പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുയേശുവിൻ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും എന്ന് യേശു തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞത് നമുക്കറിയാമല്ലോ. തിരുവെഴുത്തുകൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാസ്തവമാണ്, സത്യമാണ്, വിശ്വാസയോഗ്യമാണ്. കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാരെയും അനുഗമിച്ചവരെയും കർത്താവിൻ്റെ ആ ഗിരിപ്രഭാഷണത്തിലൂടെ അറിയിക്കുകയാണ്. ഹൃദയം ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ, ദൈവപ്രവൃത്തിയെ കാണുവാൻ കാത്തിരിക്കുന്നവരാണ് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഏവൻ്റെയും പ്രത്യാശ ദൈവത്തെ കാണണം എന്ന് തന്നെയാണ്. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ കാണും എന്ന് ഇയ്യോബ് പറഞ്ഞു. അതെ, എല്ലാം തകരുമ്പോഴും എല്ലാം നശിക്കുമ്പോഴും ഭക്തിയെ മുറുകെ പിടിക്കുന്ന ഒരു ഭക്തന് ഒരാശ മാത്രമേ ഉള്ളൂ. തന്നെ സൃഷ്ടിച്ച, തന്നെ ഉരുവാക്കിയ, തന്നെ നാൾ തോറും നടത്തുന്ന, തനിക്കായി കാൽവറി ക്രൂശിൽ രക്തം ചൊരിഞ്ഞ, തന്നെ വീണ്ടെടുത്ത ആ വീണ്ടെടുപ്പുകാരനായ രക്ഷകനായ ആ നല്ല നായകനെ ഒന്ന് കാണണം. ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ പ്രത്യാശയും അതുതന്നെയാണ്. നാം കേട്ടതുപോലെ ആ നാളിൽ അവനെ കണ്ട് സന്തോഷിപ്പാൻ ഇടയാവട്ടെ. എന്നാൽ യേശു പറയുന്നു, ഹൃദയം ശുദ്ധി വേണം. പരിശുദ്ധനായ ദൈവത്തിൻ്റെ അരികിൽ വിശുദ്ധിയോടെയല്ലാതെ നിൽക്കാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് സങ്കീർത്തനം 1-ാം അധ്യായത്തിൻ്റെ അവസാന വാക്കുകളിൽ എഴുതി വച്ചിരിക്കുന്നത്, ദുഷ്ടൻ നീതിമാന്മാരുടെ സഭയിൽ നിവർന്നു നിൽക്കുകയില്ല. അപ്പോൾ ദുഷ്ടത വെച്ചുകൊണ്ട് അകത്ത് കറ പുരണ്ട ഒരനുഭവത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ വീട് ക്ലീൻ ചെയ്യാറുണ്ടോ? വീട് ക്ലീൻ ചെയ്യുമ്പോൾ നോർമലി മിക്കവരും കാണിക്കുന്ന ഒരു പ്രവണതയുണ്ട്. ആ തൂത്തുവാരി കൊണ്ടുവരുന്ന വേസ്റ്റ്, ആ ഡസ്റ്റ്, ആ മാലിന്യം അതേതെങ്കിലും ഒരു കോർണറിൽ കൊണ്ടുപോയി ചേർത്തൊട്ടിച്ച് വെക്കും. പിന്നെ എടുത്ത് കളയാലോ എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. പക്ഷെ അതവിടെ തന്നെ ഇരിക്കും. ഒരു കാറ്റൊക്കെ വീശുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അതങ്ങ് പറന്ന് വീണ്ടും റൂമിൽ ആകും. ആക്ച്വലി അവർ ക്ലീൻ ചെയ്തോ? അവർ ക്ലീൻ ചെയ്തു. അവരെല്ലാം കൂടെ തൂത്തുവാരി കൂട്ടിയോ? എല്ലാം ചെയ്തു. പക്ഷെ കളഞ്ഞോ? കളഞ്ഞില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതുപോലെയാണ് ചില മനുഷ്യന്മാർ. അവർ വചനം കേൾക്കാൻ പോകും, ആരാധിക്കാൻ പോകും, ഉപവസിക്കാൻ പോകും, ദൈവത്തിൽ ആശ്രയിക്കും. പക്ഷേ ആ കേൾക്കുന്ന വചനത്താൽ നൽകപ്പെടുന്ന ശുദ്ധീകരണം, ഇപ്പോൾ നിങ്ങൾ കേട്ട വചനത്താൽ ശുദ്ധിയുള്ളവരാകുന്നുവെന്ന് തിരുവചനം പറയുന്നത് പോലെ, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന പോലെ, ഇപ്പോൾ കേട്ട വചനത്താൽ ശുദ്ധീകരണം പ്രാപിക്കുന്നുണ്ട്. പക്ഷേ ആ ലഭിക്കുന്ന ശുദ്ധീകരണത്തെ നിലനിർത്തുമാറ് ആ മാലിന്യത്തെ എന്നേക്കുമായി നീക്കം ചെയ്യുവാൻ പല ഹൃദയങ്ങളും തയ്യാറാകുന്നില്ല. കോർണറുകളിൽ സൂക്ഷിച്ചു വയ്ക്കുന്നു. നീ എൻ്റെ മനസ്സിൻ്റെ അങ്ങേ കോണിലിരിക്കുക എന്നൊക്കെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ ഈ കോർണറിലൊക്കെ കൊണ്ട് വെക്കുന്ന വേസ്റ്റിനെയാണ്, അല്ലാതെ വേറൊന്നുമല്ല. അല്ല, പിന്നെ മധ്യത്തിലല്ലേ കൊണ്ടുവെക്കുള്ളൂ, സെൻട്രലല്ലേ, കേന്ദ്ര ബിന്ദുവിലല്ലേ കൊണ്ടുവെക്കുള്ളൂ, അല്ലേ? നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അങ്ങനെയല്ലേ ചെയ്യുന്നത്. എല്ലാവരും കാണത്തക്ക വണ്ണം പരസ്യമായിട്ട് ഈ കോർണറിൽ കൊണ്ടുവെക്കുന്നതൊക്കെ ഒന്ന് സൂക്ഷിക്കണം. കാരണം അത് വേസ്റ്റാണ്, അത് ഡൗട്ടില്ലാത്ത കാര്യം അത്. സോ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എത്ര വചനം കേട്ടാലും, നിങ്ങൾ എത്ര ആരാധിച്ചാലും, നിങ്ങൾ ആരുടെ കൈവെപ്പ് മേടിച്ചാലും, എത്ര വലിയ പ്രവചനങ്ങളും വാഗ്ദത്തങ്ങളും നിങ്ങളുടെ മേൽ ദൈവം ഇട്ടാലും, നിങ്ങൾ എത്ര ക്ലീൻ ആകത്തക്ക വണ്ണം സമർപ്പിച്ചു കൊടുത്താലും, ഏൽപ്പിച്ചു കൊടുത്താലും, നിങ്ങൾ ആ മാലിന്യത്തെ എന്നേക്കുമായി തൂത്തുവാരിയാൽ പോരാ, പിന്നെയോ എടുത്തു കളയണം. എടുത്തു കളയാത്ത പക്ഷം അത് വീണ്ടും തിരികെ കയറും. കാരണം അതിന് തിരികെ കയറാൻ ഒരു വാതിൽ തുറന്നിട്ടിട്ടാണ് നീ ക്ലീൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയരെ,
ഈ വെളിപ്പാട് നിങ്ങളുടെ ഉള്ളിൽ ഗ്രഹിക്കാനാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ആത്മാവിൽ ദൂതറിയിക്കുന്നു. ക്ലീൻ ചെയ്താൽ പോരാ, വേസ്റ്റിനെ എടുത്ത് പുറത്ത് കളയുക തന്നെ ചെയ്യണം. അപ്പോൾ നിന്റെ ഹൃദയം ആനന്ദിക്കും. അപ്പോൾ നിന്റെ മനസ്സിൽ സ്വസ്ഥതയുണ്ടാകും. നിനക്ക് നല്ല ഉറക്കം കിട്ടും. ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ ഉള്ളിൽ സ്ഥിരമായി വസിക്കും. അവൻ്റെ സാന്നിധ്യം നിനക്ക് പിൻപടയായിരിക്കും. സർവശക്തൻ്റെ മഹത്വം നീ കാണുക തന്നെ ചെയ്യും. ഹൃദയം ശുദ്ധിയായിരിക്കട്ടെ. ആരോടും അസൂയയോ വെറുപ്പോ വിദ്വേഷമോ പിണക്കമോ ഈർഷ്യയോ വൈരാഗ്യമോ കോപമോ യാതൊന്നും വേണ്ട. സ്നേഹമുണ്ടായാൽ മതി. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, ദയ കാണിക്കുന്നു, പരോപകാരം ചെയ്യുന്നു. അതേ, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു. ഞാൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാണ്, സ്നേഹം ഒരു നാളും ഉതിർന്ന് പോകത്തില്ല. നിങ്ങൾ സ്നേഹം ക്രിസ്തുവേശുവിൽ പ്രദർശിപ്പിക്കുന്നുവെങ്കിൽ, പ്രകാശിപ്പിക്കുന്നുവെങ്കിൽ, തമ്മിൽ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തോറ്റുപോകത്തില്ല. വേദനകളുണ്ടാവും, കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ സമ്മാനിക്കപ്പെടും, പക്ഷേ തോറ്റുപോകത്തില്ല. ഒടുവിൽ അവർ നിന്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തും, തലകുനിക്കും, നീ ജയിക്കും. അതുകൊണ്ട് തളർന്നു പോകാതെ ഓടുക, വിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങുക, സ്നേഹം ആചരിക്കാൻ ഉത്സാഹിക്കുക, ഹൃദയശുദ്ധി കാത്തു സൂക്ഷിക്കുക. ഗോഡ് ബ്ലെസ് യു.